നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത് ഫുൾ കെമിക്കൽസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണല്ലേ. സോ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം എന്നുള്ള രീതിയിൽ നമ്മളുടെ കേരളത്തിൽ നിന്ന് ട്രെൻഡ് സെറ്റേഴ്സ് എന്നൊരു ഗ്രൂപ്പ് വരുന്നു. ആൻഡ് 5 സംരംഭമാണ് ഇവർക്കുള്ളത്. അതും വാട്ടർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും പെയിൻസ് ആണെങ്കിലും ആൻഡ് ഫുഡിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ കുറേ. ആൻഡ് ഇതിലൊക്കെ തന്നെ തൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ പതിപ്പിച്ച് ഇന്ന് നമ്മളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഏറ്റവും നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിനെ പരിചയപ്പെടാം. വാ. ആധുനിക ലോകം പുതിയ ട്രെൻഡിനൊപ്പം പോകുമ്പോൾ പഴമയുടെ നന്മയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും പ്രൊവൈഡ് ചെയ്യുന്ന ട്രെൻഡ് സെറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ MD ആയിട്ടുള്ള മിഥുൻ സാറിനെയാണ് ആൻഡ് നമ്മളുടെ ചെയർമാൻ ആയിട്ടുള്ള ലിജോ സാറിനെ. സോ യെസ്, വെൽക്കം രണ്ടുപേർക്കും. സോ കേരളത്തിൽ ബയോ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ക്ലീൻ കേരള മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് ഒന്ന് പറയാമോ? ഞങ്ങൾ 2 വർഷമായി ഈ ട്രെൻഡ് സെറ്റേഴ്സ് ക്ലീൻ കേരള മിഷൻ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയിട്ട്. അതായത് ഈ അടുക്കളയിൽ വരുന്ന വേസ്റ്റ് അടുക്കളയിൽ തന്നെ സംസ്കരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒന്ന് ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷൻ്റെ ഒക്കെ ബേർഡൻ കുറയും, ഈ വേസ്റ്റ് ഇല്ലാതാക്കുന്നത് വളരെ എഫക്റ്റീവ് ആവുകയും ചെയ്യും. ഇപ്പോൾ കേരളം നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1.5 ലക്ഷം വീടുകളിലേക്ക് സർക്കാരായിട്ടും പ്രൈവറ്റ് ഏജൻസികളൊക്കെ ആയിട്ടും വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള പല ബിന്നുകൾ കൊടുത്തിട്ടുണ്ട്. 3 ലെയറുള്ള ബിന്ന്, 2 ലെയറുള്ള ബിന്ന്. പക്ഷെ പല വീട്ടിലും നോക്കി കഴിഞ്ഞാൽ ഇതിൽ പൂച്ചെടി വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അരിയിട്ട് വെച്ചിരിക്കുകയായിരിക്കും. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിന് പുറകെ ഇതിനകത്ത് ഇടുന്ന ഇനോക്കുലം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതൊരു ചകിരിച്ചോറാണ്, പക്ഷെ സാധാരണ ചകിരിച്ചോറല്ല. പലർക്കും കിട്ടിയിട്ടുള്ളത് സാധാരണ ചകിരിച്ചോറാണ്. അത് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും പുഴു വരും, മണം വരും, ആൾക്കാർ ഈ സാധനം എടുത്ത് പുറത്ത് കളയും. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്ന് വീട്ടിലുള്ള ആരൊക്കെയാണോ അവരെയൊക്കെ കൃത്യമായിട്ട് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള ഇനോക്കുലം, ഒരു മൈക്രോബിനെ എൻട്രീസ് ചെയ്ത ഇനോക്കുലമാണ്. ഇത് അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കും. മാസാമാസം അവർക്ക് വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കും, വേണ്ട ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ അവരെ കൊണ്ടെല്ലാം ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് തിരിച്ച് നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ സിസ്റ്റം തന്നെ ഇല്ലാത്ത ആൾക്കാർക്ക് അത് ഉൾപ്പെടെ നമ്മൾ കൊടുത്ത് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുക്കളയിൽ പ്രശ്നമായി കിടക്കുന്ന വേസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു കമ്പോസ്റ്റ് ആയിട്ട് മാറുകയാണ്. ഇത് മുഴുവൻ നമ്മുടെ അഗ്രികൾച്ചർ ലാൻഡിലേക്കാണ് തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് അതുപോലെ തന്നെ നിലവിൽ സിസ്റ്റം ഉള്ള ആൾക്കാരെ കൊണ്ട് വീണ്ടും യൂസ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഞങ്ങൾ ഈ ഒരു സിസ്റ്റത്തിനകത്തോട് തന്നെ, ഈ ഒരു ട്രെൻഡ് സെറ്റേഴ്സിൻ്റെ ക്ലീൻ കേരള മിഷനകത്തോട് തന്നെ ഉദ്ദേശിക്കുന്നത്. വളരെ എഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഫാഷൻ്റെ രംഗത്തും പുതിയൊരു കയ്യൊപ്പ് പതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഖാദിയിലും ഏറ്റവും മികച്ച രീതിയിൽ ഇന്നോവേറ്റീവായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കൂടെ നമ്മുടെ ട്രെൻഡ് സെറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അപ്പം അതെങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ആൻഡ് ഏറ്റവും നല്ല മികച്ച റെസ്പോൺസ് ആണോ കിട്ടുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിച്ചൊരു കാര്യം, ലോകത്തിൽ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ഡ്രസ്സാണ് ഖാദി. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഡ്രസ്സാണ് ഖാദി. പക്ഷേ ന്യൂ ജനറേഷൻ ഒരിക്കലും ഖാദി ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇവർ കാണുന്ന ഡിസൈൻസ് ഒക്കെ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ള, ഖദർ ഇങ്ങനത്തുള്ള സാധനങ്ങളാണ്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഖാദിയിൽ ഇന്നോവേഷൻ കൊണ്ടുവരികയും പുതിയ തലമുറയ്ക്ക് ഖാദി പരിചയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യും. അപ്പം ഞങ്ങൾ ഖാദിയുടെ ഫാബ്രിക്കിൽ പുതിയ ജെൻസിക്ക് പറ്റുന്ന രീതിയിലുള്ള ഓഫീസ് ഡ്രസ്സുകൾ കൊണ്ടുവന്നു. keralakhadi.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അത് അഫോർഡബിൾ റേറ്റിൽ കൊടുത്തു. ഇപ്പോൾ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അലർജിയുടെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അവർക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്ന ഖാദിയാണ്. കാരണം ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ബ്രീത്തബിൾ മെറ്റീരിയലാണ്. അപ്പം ഞങ്ങൾ ഖാദി ഫാബ്രിക്കിൽ തന്നെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഖാദി ന്യൂ ബോൺ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടാക്കി. അപ്പോൾ കുട്ടികൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതിടാം, ഒരു രീതിയിലുള്ള അലർജി ഉണ്ടാവില്ല, ഭയങ്കര റെസ്പോൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇന്നോവേഷൻ എവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ള നമ്മുടെ പഴമയുടെ നന്മകളെ എങ്ങനെ പുതിയ ജനറേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെയാണ് ഞങ്ങൾ ഇതിനകത്തോടെ റിസർച്ച് ചെയ്ത് പ്രൊഡക്റ്റുകളാക്കി ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പെയിൻസ് എന്ന് പറയുന്നത്. സോ കേരളത്തിൽ നിന്ന്, അതും കേരള പെയിൻസ് എന്നുള്ള ഒരു ബ്രാൻഡ് വന്നപ്പോൾ എത്രത്തോളമാണ് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് നമ്മളുടെ ജനങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തത്, ആൻഡ് ഇനിയും അതിനൊരു സീക്രട്ട് ഉണ്ടെങ്കിൽ അതെന്താണ്, ആൻഡ് എത്രത്തോളം ബാക്കിയുള്ളത് നോക്കുമ്പോൾ അത്രയും അഡ്വാൻറ്റേജ് ആണ് അതിനുള്ളത്? ഉറപ്പായിട്ടും ഇത് പറയാൻ ഭയങ്കര അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. കാരണം കേരളത്തിൽ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ മാത്രം അരങ്ങ് വാഴുന്ന ഒരു ഇൻഡസ്ട്രിയാണ് പെയിൻറ് ഇൻഡസ്ട്രി. അവിടെ കേരള പെയിൻറ് എന്ന് പറയുന്ന ഒരു കമ്പനി വരുമ്പോൾ അതിന് ഭയങ്കരമായിട്ട് ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും ഞങ്ങളോട് ചോദിച്ചൊരു കാര്യമാണ്. ഇവിടെ ഞങ്ങൾ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം വിജയിച്ചു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. ആൾക്കാർ മുഴുവൻ, മലയാളികൾ മുഴുവൻ അതിനെ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് അവർക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെനിഫിറ്റ്, ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങളും ഒരാൾക്കും ഉണ്ടാക്കില്ല. പെയിന്റ് അടിക്കുന്ന ആൾക്കാർക്കായാലും വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാർക്കായാലും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുറച്ച് പെയിന്റ് എടുത്താൽ മതി. നോർമലി ഒരു വീട് പെയിന്റ് അടിക്കാൻ ഒരു 100 ലിറ്റർ പെയിന്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 60 ലിറ്ററോ 65 ലിറ്റർ ഉണ്ടായാൽ തന്നെ ആ വീട് പണി പൂർത്തിയാക്കാനും പറ്റും, പൈസ കുറയ്ക്കാനും പറ്റും. തന്നെയല്ല ഒരു തരം സ്മെല്ല് ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ കേരള പെയിന്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ മലയാളികൾ മുഴുവൻ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു. തന്നെയല്ല ഉപയോഗിച്ച ആൾക്കാർ അവരുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങാൻ അവസരം കിട്ടുമെന്ന് വരെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നേരത്തെ ചോദിച്ചു ഇനി അടുത്ത എന്താണ് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ചർച്ചകളിലൊക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ കമൻ്റ് ഇടാറുണ്ട്, നിങ്ങൾ പിന്നെ പാല് ചേർത്തിട്ടാണോ പെയിന്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഞങ്ങളൊരു വാനപ്രസ്ഥം ഗ്രൂപ്പാണ് സത്യത്തിൽ. ഞങ്ങൾ ദയാൽ സാറിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ മുഴുവൻ. അപ്പോൾ ആ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള ആൾക്കാർ മുഴുവൻ ഇത് ആലോചിക്കാറുണ്ട്, ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു പെയിന്റിലേക്കൊക്കെ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പാൽ ഉപയോഗിച്ചിട്ട് പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ച കാര്യം. സത്യത്തിൽ നമ്മൾ പഴയ കാര്യം നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പെയിന്റ് ഉണ്ടാക്കിയിരുന്നത് പാല് ചേർത്തിട്ടാണ്. പെയിന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള റബ്ബർ പാൽ ഉപയോഗിച്ചിട്ട് പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള സാധ്യതയാണ് ഞങ്ങൾ ആദ്യം നോക്കിയത്. അങ്ങനെ കോട്ടയത്തുള്ള റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം പറഞ്ഞു. ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു ഭ്രാന്തൻ ആശയമായിട്ടാണ് നിങ്ങൾ വന്നേക്കണേന്ന് പറയുകയും പക്ഷെ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അവിടുത്തെ മുഴുവൻ സയൻറ്റിസ്റ്റുമാരും. അങ്ങനെ ഞങ്ങൾ ഒരു വർഷത്തിലധികമായിട്ടൊരു ഇൻക്യുബേഷൻ അവിടെ നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കിയേക്കാണ്. അതിൻ്റെ പേറ്റന്റ് പ്രൊസീജിയറിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യണം. മിക്കതും അടുത്ത മാസത്തോട് കൂടിയിട്ട് അത് നമ്മൾ ലോഞ്ച് ചെയ്യും. ഭദ്ര എന്നാണ് പേര്. അതിൻ്റെ പ്രത്യേകത റൂമിനകത്ത് എയറും കൂടി പ്യൂരിഫൈ ചെയ്യും. തന്നെയല്ല മലയാളികൾക്കും സാധാരണക്കാർക്ക് വരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല കവറേജുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇനി വരാൻ പോകുന്നത്. അതാണ് ഞങ്ങളുടെ അടുത്ത പ്രൊജക്റ്റ് വരുന്നത്. ഓക്കെ, ഇന്ന് കെമിക്കൽസ് ഭരിക്കുന്ന ഓരോ ഇൻഡസ്ട്രിയും അത്രയും തന്നെ ഓർഗാനിക് ആയിട്ട് നമ്മളുടെ ട്രെൻഡ് സെറ്റേഴ്സിന് കീഴടക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. സോ ട്രെൻഡ് സെറ്റേഴ്സ് തീർച്ചയായിട്ടും ഓർഗാനിക് എന്നുള്ളൊരു രീതിയിൽ നമ്മളുടെ ലോകം തന്നെ മാറ്റാൻ പോവുകയാണ്. സോ തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനിയും അടുത്തൊരു സെഗ്മെന്റിൽ കാണാം. ദിസ് ഇസ് ദേവിക. ബൈ.